അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. പ്രിയപ്പെട്ട സ്നേഹം നിറഞ്ഞ മുഅ്മിനീങ്ങളെ, നമ്മുടെ ഒരു വർഷത്തെ കാര്യങ്ങൾ അല്ലാഹു സുബ്ഹാനഹു തആല തീരുമാനിക്കുന്ന ഒരു രാവാണ് പരിശുദ്ധമായ ബറാഅത്ത് രാവ്. ആ രാവ് നമ്മിലേക്ക് ആഗതമായി കൊണ്ടിരിക്കുകയാണ്. മാത്രമല്ല, അല്ലാഹു സുബ്ഹാനഹു തആല ഈ ഭൂമി ലോകത്തേക്ക് ഇറങ്ങി വന്ന് അവൻ്റെ അടിമകൾ എന്താണോ ചോദിക്കുന്നത് അത് നൽകാൻ വേണ്ടി അവരുടെ ദുആക്ക് ഇജാബത്ത് ഉറപ്പ് നൽകിയ ഒരു രാവും ദിവസവുമാണ് നമ്മിലേക്ക് കടന്നു വരുന്നത്. അതുകൊണ്ട് പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ഞാൻ നിങ്ങൾക്ക് വലിയ ശ്രേഷ്ഠതയുള്ള വലിയ മഹത്വമുള്ള ഒരു ദിക്ർ പറഞ്ഞു തരാം. ഈ ദിക്ർ 100 തവണയാണ് നമ്മൾ ചൊല്ലേണ്ടത്. ഈ ദിക്ർ നമ്മൾ ചൊല്ലുന്നത് കൊണ്ട് നമ്മൾ ജീവിതത്തിൽ അനുഭവിക്കുന്ന ഏറ്റവും വലിയ ഒരു പ്രയാസമായ ദാരിദ്ര്യത്തിൽ നിന്നും നമുക്ക് രക്ഷ ലഭിക്കും. മരണം വരെ നമുക്ക് സാമ്പത്തികമായിട്ടൊരു ബുദ്ധിമുട്ടും ഉണ്ടാകില്ല. ധാരാളം സമ്പത്ത് അല്ലാഹു സുബ്ഹാനഹു തആല നമ്മുടെ ലൈഫിൽ നൽകിക്കൊണ്ടേയിരിക്കും. മാത്രമല്ല, ഇന്ന് എത്രയോ ആളുകൾ പ്രയാസം അനുഭവിക്കുന്ന ഒന്നാണ് രോഗം എന്നുള്ളത്. മാറാ രോഗങ്ങൾ പിടിപെട്ട് ജീവിതത്തിൽ പ്രയാസം അനുഭവിക്കുന്ന എത്രയോ ആളുകളുണ്ട്. എന്നാൽ ഈ ദിക്ർ നിങ്ങൾ 100 തവണ ചൊല്ലുന്നത് കൊണ്ട് നിങ്ങളുടെ എത്ര വലിയ രോഗമാണെങ്കിലും അത് അല്ലാഹു സുബ്ഹാനഹു തആല നിങ്ങൾക്ക് മാറ്റിത്തരുന്നതാണ്. നിങ്ങളുടെ രോഗങ്ങൾക്ക് അല്ലാഹു ശിഫാ നൽകുന്നതാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഞാൻ ഈ ദിക്ർ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതിനോടൊപ്പം നമ്മിലേക്ക് കടന്നു വരുന്ന ഈ പരിശുദ്ധമായ ബറാഅത്ത് രാവിൻ്റെയും ബറാഅത്ത് ദിവസത്തിൻ്റെയും ചില പ്രത്യേകതകളെക്കുറിച്ചും ശ്രേഷ്ഠതകളെക്കുറിച്ചും ആ ദിവസം നമ്മൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളെക്കുറിച്ചും അതുപോലെ നമ്മൾ ചെയ്യേണ്ട സൽക്കർമ്മങ്ങളെക്കുറിച്ചും ഞാൻ ചുരുക്കി ഒന്ന് പറഞ്ഞു തരുന്നുണ്ട്. പരിശുദ്ധമായ ബറാഅത്ത് രാവിലും ബറാഅത്ത് ദിവസത്തിലും നമ്മൾ ശ്രദ്ധിക്കേണ്ട ചെയ്യേണ്ട 11 കാര്യങ്ങളുണ്ട്. ഇത് നമ്മൾ ചെയ്താൽ തന്നെ അത് മതി നമുക്ക് ഈ പരിശുദ്ധമായ ബറാഅത്ത് രാവും ബറാഅത്ത് ദിവസവും അല്ലാഹു സുബ്ഹാനഹു തആലയുടെ അടുക്കലിൽ വലിയ പുണ്യമുള്ളതാക്കിയെടുക്കാൻ. മാത്രമല്ല പ്രിയപ്പെട്ടവരെ, ഈ ശഅബാൻ മാസത്തിലെ ഈ സമയം മുതൽ ബറാഅത്ത് രാവ് ബറാഅത്ത് ദിവസം വരെ നമ്മൾ അള്ളാഹുവിൻ്റെ പരിശുദ്ധമായ ഒരു നാമം ചൊല്ലിയാൽ നമുക്ക് വമ്പൻ നേട്ടങ്ങളാണ് അല്ലാഹു സുബ്ഹാനഹു തആല നൽകുന്നത്. നമ്മുടെ ജീവിതം തന്നെ വിജയിക്കാൻ ഈ ഇസ്മ നമ്മൾ ചൊല്ലിയാൽ മതി. ഏതാണ് ആ ഇസ്മ, അത് എത്ര പ്രാവശ്യം നമ്മൾ ചൊല്ലണം, എന്താണ് ആ ഇസ്മിൻ്റെ അർത്ഥം എന്നൊക്കെ വിശദമായിട്ട് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം. അല്ലാഹു സുബ്ഹാനഹു തആല നമ്മൾ പരിശുദ്ധമായ റജബ് മാസത്തിലും ശഅബാൻ മാസത്തിലും ചെയ്ത എല്ലാ ഇബാദത്തുകളും സൽക്കർമ്മങ്ങളും അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ. നമ്മിലേക്ക് ഇനി വരുന്ന ശ്രേഷ്ഠതയേറിയ ഈ ദിവസങ്ങളിലെല്ലാം അള്ളാഹുവിന് ധാരാളം ഇബാദത്തെടുത്ത് അള്ളാഹുവിലേക്ക് നമുക്ക് അടുക്കാനും ഈമാൻ കിട്ടി മരിക്കാനും അള്ളാഹുവിൻ്റെ പരിശുദ്ധമായ സ്വർഗം നമുക്ക് ലഭിക്കാനും അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ശഅബാൻ എന്ന് കേൾക്കുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിലേക്ക് ആദ്യം കടന്നു വരുന്നത് ബറാഅത്ത് രാവാണ്, അതുപോലെ ബറാഅത്ത് ദിവസവുമാണ്. ബറാഅത്ത് രാവിൽ ഈ വീഡിയോ കാണുന്നവരിൽ പലരും ധാരാളം ഇബാദത്ത് എടുക്കുന്നവരാണ്. എന്നാലും ആ ദിവസം നിങ്ങൾക്ക് എന്തെങ്കിലും സൽക്കാരമോ മറ്റെന്തെങ്കിലും ഫങ്ഷനോ കാര്യങ്ങളോ ബിസി ആയിട്ടുള്ള എന്തെങ്കിലും മറ്റ് തൊഴിലുകളോ എന്തു തന്നെ ഉണ്ടെങ്കിലും നിങ്ങൾ ഒരിക്കലും ആ പവിത്രമായ ആ രാവ്, വലിയ ശ്രേഷ്ഠതയുള്ള ആ ദിവസം നിങ്ങൾ ഒരിക്കലും പാഴാക്കരുത്. കാരണം ആ ദിവസത്തിന് പ്രത്യേക മഹത്വമുണ്ട്, വലിയ ശ്രേഷ്ഠതയുണ്ട്. ദുആക്ക് പ്രത്യേകം ഇജാബത്തുള്ള ഒരു രാവും ദിവസവും കൂടിയാണ്. അല്ലാഹു സുബ്ഹാനഹു തആല ദുആക്ക് ഇജാബത്ത് നൽകിയ 5 രാവുകളിൽ ഏറ്റവും പ്രധാനപ്പെട്ട രാവാണ് നമ്മിലേക്ക് കടന്നു വരുന്ന ബറാഅത്ത് രാവ്. അതെല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. ഇത് നമുക്ക് ആഴ്ചകളിലും മാസങ്ങളിലും കിട്ടുന്ന ഒന്നല്ല, നമുക്ക് വർഷത്തിൽ
ഒരു സമയം മാത്രം കിട്ടുന്ന ഒരു കാര്യമാണ്. അതുകൊണ്ട് ആ സമയത്ത് എത്ര തന്നെ നിങ്ങൾക്ക് തിരക്കുള്ള കാര്യങ്ങളുണ്ടെങ്കിലും അതെല്ലാം നിങ്ങൾ മാറ്റിവെച്ച് നിങ്ങൾ ധാരാളം ഇബാദത്തെടുക്കുക. അതുപോലെ ധാരാളം ദുആ ചെയ്യുന്നത് അധികരിപ്പിക്കുക. നിങ്ങൾക്കൊക്കെ എന്തെല്ലാം ആഗ്രഹങ്ങളുണ്ടാകും നടന്നു കിട്ടാൻ, അതൊക്കെയും നിങ്ങൾക്ക് എളുപ്പത്തിൽ നിറവേറ്റിയെടുക്കാൻ പറ്റിയ നല്ല ഒരു സമയമാണ്, നല്ലൊരു രാവാണ് പരിശുദ്ധമായ ബറാഅത്ത് രാവ്. അതുകൊണ്ട് ധാരാളം ദുആ ചെയ്യുന്നത് ആ സമയം അധികരിപ്പിക്കുക. അള്ളാഹുവിനോട് ചോദിക്കുക, നിങ്ങളുടെ എന്ത് കാര്യമാണോ അത് നിങ്ങൾക്ക് നിറവേറി കിട്ടുമെന്ന് അള്ളാഹു സുബ്ഹാനഹു തആല തന്നെ ഉറപ്പ് നൽകിയ രാവാണ്. മഹാനായ ഇമാം ഷാഫിഈ തങ്ങൾ പറയുന്നു, ഈ ബറാഅത്ത് രാവിനെ കുറിച്ച് ലോക മുസ്ലിങ്ങൾ കാതോർത്ത് നിൽക്കുന്ന ഒരു രാവാണ് ബറാഅത്ത് രാവ്. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ദുആക്ക് ഇജാബത്തുണ്ട് എന്ന് ഉറപ്പ് പറഞ്ഞ 5 രാവുകളിൽ പെട്ട ഒരു രാവാണ് ലൈലത്തുൽ ബറാഅത്തിൻ്റെ രാവ്. ഇതിൻ്റെ അർത്ഥം വരുന്നത് മോചനത്തിൻ്റെ രാവ് എന്നാണ്. അതായത് അള്ളാഹുവിൻ്റെ കോപത്തിൽ നിന്നുള്ള മോചനം, അള്ളാഹുവിൻ്റെ അദാബ്, അള്ളാഹുവിൻ്റെ ശിക്ഷയിൽ നിന്നുള്ള മോചനം, അതുപോലെ നരകത്തിൽ നിന്നുള്ള മോചനം, വിചാരണയിൽ നിന്നുള്ള മോചനം. ഈ 4 മോചനങ്ങളും അള്ളാഹുവിൻ്റെ ഭാഗത്തു നിന്നും നമുക്ക് കിട്ടുന്ന ഒരു അത്ഭുത രാത്രിയാണ്, അത്ഭുത രാവാണ് നമ്മിലേക്ക് കടന്നു വരുന്ന ഈ പരിശുദ്ധമായ ബറാഅത്തിൻ്റെ രാവ്. പ്രിയപ്പെട്ടവരെ, ഈ ഒരു രാവിന് മറ്റൊരു പേരും കൂടിയുണ്ട്. അതായത് ലൈലത്തുൽ ഈദുൽ മലായിക്ക, അതായത് മലക്കുകളുടെ പെരുന്നാൾ രാവ്. മലക്കുകളുടെ പെരുന്നാൾ ദിവസമാണ് അന്ന്. മലക്കുകൾക്ക് വലിയ സന്തോഷം ലഭിക്കുന്ന രാവാണ്. മാത്രമല്ല മലക്കുകൾ ആ രാവിൽ വലിയ തിരക്കായിരിക്കും അവർക്ക്. അതായത് അല്ലാഹു സുബ്ഹാനഹു തആല വർഷത്തിൽ നമ്മൾ ചെയ്ത എല്ലാ ഇബാദത്തുകളും അള്ളാഹുവിലേക്ക് ഉയർത്തപ്പെടും. ആ ഉയർത്തപ്പെടുന്ന രാവാണ് ഈ ബറാഅത്ത് രാവ്. അതുകൊണ്ട് തന്നെ മലക്കുകൾ നമ്മൾ ചെയ്ത എല്ലാ അമലുകളും അള്ളാഹുവിലേക്ക് എത്തിച്ചു കൊടുക്കുന്ന തിരക്കിലായിരിക്കും. മാത്രമല്ല ബറാഅത്ത് രാവിൽ നമ്മൾ ചെയ്യുന്ന ദുആ സ്വീകരിക്കാൻ വേണ്ടി അള്ളാഹുവിനോട് ദുആ ചെയ്യുക, നമ്മുടെ പാപങ്ങളെല്ലാം മായ്ച്ചു കളയുക, അതുപോലെ തന്നെ നമ്മൾ ചെയ്ത എല്ലാ നന്മകളും രേഖപ്പെടുത്തുക. അങ്ങനെ വലിയ തിരക്കായിരിക്കും മലക്കുകൾക്ക് ആ ദിവസം, ആ രാവിൽ. നമുക്കൊക്കെ 2 പെരുന്നാൾ ഉണ്ടല്ലോ, അതായത് ചെറിയ പെരുന്നാളും വലിയ പെരുന്നാളും. അതുപോലെ തന്നെയാണ് മലക്കുകൾക്കും 2 പെരുന്നാളുണ്ട്. അത് ഏതൊക്കെയാണെന്നറിയണ്ടേ? അതിൽ ഒന്നാമത്തേത് ലൈലത്തുൽ ഖദ്റും രണ്ടാമത്തേത് ലൈലത്തുൽ അതായത് ബറാഅത്തിൻ്റെ രാവുമാണ്. മഹാന്മാരായ പണ്ഡിതന്മാർ പറയുന്നത്, ഈ രാവ് നമുക്ക് നഷ്ടപ്പെട്ടാൽ ഒരു ആയുസ് നഷ്ടപ്പെടുന്നത് പോലെയാണ്. അതായത് നമ്മൾ ഒരു വർഷം കാത്തു നിന്നിട്ടാണല്ലോ ഈ ബറാഅത്ത് രാവ് നമ്മിലേക്ക് വന്നു ചേരുന്നത്. അത് നമ്മൾ നഷ്ടപ്പെടുത്തിയാൽ നമുക്ക് വലിയ നഷ്ടമാണ് സംഭവിക്കുന്നത്. എന്നാൽ അത് നമ്മൾ ഉപകാരപ്പെടുത്തുകയാണെങ്കിൽ നമുക്ക് വലിയ ഖൈറാണ് ലഭിക്കുന്നത്. അതുകൊണ്ട് പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, പ്രധാനമായിട്ടും നിസ്കാരത്തിൻ്റെ കാര്യത്തിൽ ബറാഅത്തിൻ്റെ രാവിലും ബറാഅത്ത് ദിവസത്തിലുമൊക്കെ നല്ലതുപോലെ ശ്രദ്ധിക്കണം. അതുപോലെ സുന്നത്ത് നിസ്കാരം നിസ്കരിക്കുക, ദിക്റുകൾ ചൊല്ലുക, സ്വലാത്തുകൾ ചൊല്ലുക. കാരണം മഹാന്മാരായ ഉലമാക്കൾ പറയുന്നു, ഈ ഒരു ദിവസം നമ്മൾ ഇബാദത്തെടുക്കുന്നത് കൊണ്ട് 300 വർഷം ഇബാദത്തെടുത്തതിൻ്റെ പ്രതിഫലമാണ് നമുക്ക് അല്ലാഹു സുബ്ഹാനഹു തആല നൽകുന്നത്. കുറച്ച് സമയം നമ്മൾ ഇബാദത്തിന് വേണ്ടി ചിലവഴിക്കുന്നത് കൊണ്ട് 300 വർഷം നമ്മൾ ഇബാദത്തെടുത്തതിൻ്റെ പ്രതിഫലമാണ് നമുക്ക് കിട്ടുന്നത് പ്രിയപ്പെട്ടവരെ. മാത്രമല്ല നമ്മൾ ദുആ ചെയ്യുന്നത് ധാരാളം അധികരിപ്പിക്കണം. നമുക്കൊക്കെ എന്തെല്ലാം മുറാദുകൾ നിറവേറിക്കിട്ടാനുള്ളവരാണ്, അതൊക്കെയും നമ്മൾ പച്ച മലയാളത്തിൽ അല്ലാഹു സുബ്ഹാനഹു തആലയോട് പറയുക. ഉറപ്പാണ് ഇൻഷാ അല്ലാഹ് അല്ലാഹു സുബ്ഹാനഹു തആല അത് നിങ്ങൾക്ക് നിറവേറ്റി തരുന്നതാണ്. അല്ലാഹു സുബ്ഹാനഹു തആല നമുക്കൊക്കെ എത്ര വലിയ ഓഫറുകളാണ് നൽകിയിട്ടുള്ളത്, എത്ര വലിയ നല്ല നല്ല അവസരങ്ങളാണ് നൽകിയിട്ടുള്ളത്.
കാരണം പ്രിയപ്പെട്ടവരെ, മഹാനായ ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം പോലും അള്ളാഹുവിനോട് എപ്പോഴും ദുആ ചെയ്യുമായിരുന്നു. എന്തായിരുന്നു അത്? അള്ളാഹുവേ, എന്നെ നീ മുഹമ്മദിൻ്റെ ഉമ്മത്തിൽ പെടുത്തേണമേ. എന്തിനാണ് മുഹമ്മദിൻ്റെ ഉമ്മത്തിൽ പെടുത്തേണമേ എന്ന് ദുആ ചെയ്യുന്നത് എന്ന് ചോദിച്ചപ്പോൾ ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം പറയുകയാണ്, മുഹമ്മദിൻ്റെ ഉമ്മത്തിങ്ങൾക്ക് മറ്റ് നബിമാർക്കും അവരുടെ അനുയായികൾക്കും ലഭിക്കാത്ത ഒരുപാട് ഓഫറുകൾ അല്ലാഹു സുബ്ഹാനഹു തആല നൽകുന്നുണ്ട്. അതായത് ഒരുപാട് രാവുകൾ നൽകുന്നുണ്ട്. ലൈലത്തുൽ ഖദ്റിലും ലൈലത്തുൽ ബറായിലും ഒരു മനുഷ്യൻ ഇബാദത്ത് ചെയ്താൽ അവന് സ്വർഗം നിർബന്ധമായി എന്ന്, അവൻ സ്വർഗത്തിൽ കടക്കും എന്ന് ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം തൻ്റെ അനുയായികൾക്ക് പറഞ്ഞു കൊടുക്കുമായിരുന്നു. മാത്രമല്ല, ലൈലത്തുൽ ഇജാബ, ദുആക്ക് ഇജാബത്ത് കിട്ടുമെന്ന് ഉറപ്പ് പറഞ്ഞ ഒരു രാവും കൂടിയാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, നിങ്ങൾ ഈ രാവിൽ ഈ ദുആ ധാരാളം അധികരിപ്പിക്കുക. റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ ഹസനതൻ വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. അതുപോലെ തന്നെ ലാ ഇലാഹ ഇല്ലാ അൻത സുബ്ഹാനക ഇന്നി കുൻതു മിനൽ ളാലിമീൻ എന്ന ഈ ദിക്റും നിങ്ങൾ ധാരാളം അധികരിപ്പിക്കുക. അതോടൊപ്പം നിങ്ങൾ അല്ലാഹുമ്മ അജിർനീ മിനന്നാർ, അല്ലാഹുമ്മ അജിർനീ മിനന്നാർ, ഈ ഒരു ദിക്റും നിങ്ങൾ ധാരാളമായിട്ടും അധികരിപ്പിക്കുക. അല്ലാഹു സുബ്ഹാനഹു തആല ഈ ശഅബാൻ മാസത്തിൻ്റെ പകുതിയിൽ, അതായത് ശഅബാൻ മാസം 15-ൽ ബറാഅത്തിൻ്റെ രാവിൽ, ബറാഅത്തിൻ്റെ ദിവസത്തിൽ ഈ ഭൂമി ലോകത്തേക്ക് ഇറങ്ങി വന്ന് അല്ലാഹു സുബ്ഹാനഹു തആല അടിമകളോട് പറയും, നിങ്ങൾ എന്ത് ആവശ്യങ്ങളും ചോദിച്ചോളൂ, ഞാൻ അത് തരാൻ റെഡിയാണ് എന്ന്. ആ സമയത്ത് പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, നമ്മൾ എന്ത് തന്നെ നമ്മുടെ മുറാദുകളും അള്ളാഹുവിനോട് ചോദിച്ചാൽ അല്ലാഹു സുബ്ഹാനഹു തആല അത് എളുപ്പത്തിൽ നിറവേറ്റി തരുന്നതാണ്, നടത്തി തരുന്നതാണ്. ആ സമയത്ത് നമുക്ക് റഹ്മത്ത് കിട്ടാൻ, നമുക്ക് ബറക്കത്ത് കിട്ടാൻ നമ്മൾ ധാരാളം അധികരിപ്പിക്കേണ്ട ഒരു ദുആയാണ് അല്ലാഹുമ്മ ബാരിക് ലനാ ഫീ റജബിൻ വശഅബാൻ വബല്ലിഅനാ റമളാൻ. അല്ലാഹുമ്മ ബാരിക് ലനാ ഫീ റജബിൻ വശഅബാൻ വബല്ലിഅനാ റമളാൻ. ഈ ഒരു ദുആ നമ്മൾ ധാരാളമായിട്ടും അധികരിപ്പിക്കേണ്ടതുണ്ട്. മാത്രമല്ല, മറ്റു ദുആകളും നമ്മുടെ ആവശ്യങ്ങളുമൊക്കെ അള്ളാഹുവിനോട് നമ്മൾ മനസ്സറിഞ്ഞ് കണ്ണീരോടുകൂടി നമ്മൾ ചോദിക്കുക. നമുക്കൊക്കെ എന്തെല്ലാം അള്ളാഹുവിനോട് ചോദിക്കാനുണ്ട്. സമ്പത്ത് വേണം, കടങ്ങൾ വീടി കിട്ടണം, രോഗങ്ങൾ മാറിക്കിട്ടണം, കല്യാണം ശരിയായി കിട്ടണം, സ്വാലിഹീങ്ങളായ മക്കളുണ്ടാകണം, ജോലി ശരിയാവണം, വീടുണ്ടായി കിട്ടണം, ഭൂമി വാങ്ങണം, സ്വന്തമായിട്ടൊരു കാറ് വാങ്ങണം. അങ്ങനെ തുടങ്ങിയ 100 കൂട്ടം ആവശ്യങ്ങളാണ് നമുക്കുള്ളത്. അതൊക്കെയും നിങ്ങൾ ഈ സമയത്ത് ദുആ ചെയ്താൽ ഇൻഷാ അല്ലാഹ് അല്ലാഹു സുബ്ഹാനഹു തആല അത് നമുക്ക് എളുപ്പത്തിൽ നിറവേറ്റി തരും. അത് നമുക്ക് ഖൈറാണെങ്കിൽ. ബറാഅത്ത് രാവിൽ നമ്മൾ 3 യാസീൻ ഓതണം. അത് ഓതാൻ ഏറ്റവും നല്ലത് ഇശാ മഗ്രിബിൻ്റെ ഇടയിലാണ്. ഈ 3 യാസീൻ ഓതുന്നത്, ഒന്നാമത്തെ യാസീൻ ഓതുന്നത് നമ്മുടെ ആയുസ്സിൽ ബറക്കത്ത് കിട്ടാനാണ്. നമുക്ക് നല്ല ആഫിയത്തോടു കൂടിയുള്ള, സന്തോഷത്തോടു കൂടിയുള്ള ദീർഘായുസ്സുള്ള ജീവിതം ലഭിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഒരു യാസീൻ ഓതുന്നത്. രണ്ടാമത്തെ യാസീൻ ഓതുന്നത് നമ്മുടെ റിസ്കിൽ വിശാലതയുണ്ടാകുവാനാണ്. നമ്മുടെ സമ്പത്തിലും നമ്മുടെ മക്കളിലും നമ്മുടെ എല്ലാ കാര്യത്തിലും വിശാലത ഉണ്ടാകാൻ വേണ്ടിയിട്ടാണ് രണ്ടാമത്തെ യാസീൻ. ഇനി മൂന്നാമത്തെ യാസീൻ ഓതുന്നത് നമ്മുടെ ആഖിബത്ത് നന്നാകാൻ, അതായത് നമ്മുടെ മരണം നല്ല മരണമാകാൻ, ഈമാൻ കിട്ടിയുള്ള മരണമാകാൻ വേണ്ടിയും നമ്മിൽ നിന്ന് മരണപ്പെട്ടു പോയവർക്ക് വേണ്ടിയിട്ടുമാണ് ഈ മൂന്നാമത്തെ യാസീൻ നമ്മൾ ഓതുന്നത്. പിന്നീട് നിങ്ങൾ സൂറത്ത് ദുഹാൻ മുഴുവനായിട്ട് ഓതുക. ശേഷം
ദുഹാൻ സൂറത്തിലെ ആദ്യത്തെ 8 ആയത്ത് 30 പ്രാവശ്യം ഓതുക. അങ്ങനെ നിങ്ങൾ ബറാഅത്ത് രാവിൽ 30 പ്രാവശ്യം ആദ്യത്തെ 8 ആയത്ത് ഓതിയാൽ മഹാന്മാരായ പണ്ഡിതന്മാർ പറയുന്നു, അല്ലാഹു സുബ്ഹാനഹു തആല അവൻ്റെ ദുആ സ്വീകരിക്കുകയും നരകത്തിൽ നിന്ന് മോചനം ലഭിക്കുകയും അവൻ സ്വർഗത്തിൽ കടക്കുകയും ചെയ്യുന്നതാണ്. ഇനി ബറാഅത്ത് രാവിൽ 4-മതായി നിങ്ങൾ ചെയ്യേണ്ട കാര്യം, നിങ്ങൾ ദിക്റുകൾ അധികരിപ്പിക്കുക. അതായത് ലാ ഇലാഹ ഇല്ലാ അൻത സുബ്ഹാനക ഇന്നി കുന്തു മിനൽ ളാലിമീൻ. ഈ ദിക്ർ ധാരാളം കണ്ട് അധികരിപ്പിക്കുക. അതുപോലെ തന്നെ ഇസ്തിഗ്ഫാറിനെ ധാരാളം അധികരിപ്പിക്കുക. അസ്തഗ്ഫിറുല്ലാഹൽ അലീം, അസ്തഗ്ഫിറുല്ലാഹൽ അലീം, അസ്തഗ്ഫിറുല്ലാഹൽ അലീം എന്നിങ്ങനെ ധാരാളം കണ്ട് അധികരിപ്പിക്കുക. മാത്രമല്ല, നമുക്ക് സമ്പത്ത് വർദ്ധിക്കാൻ, നമ്മുടെ സമ്പത്തിൽ ബറക്കത്തുണ്ടാകാൻ, നമ്മുടെ സമ്പത്ത് എത്രയോ ഇരട്ടിയായി തിരിച്ച് നമുക്ക് തന്നെ ദുനിയാവിൽ നിന്ന് ലഭിക്കാൻ നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ പരിശുദ്ധമായ ബറാഅത്ത് രാവിലും ബറാഅത്തിൻ്റെ ദിവസത്തിലും നമുക്ക് കഴിയുന്ന ഒരു തുക നമ്മൾ സ്വതക്ക ചെയ്യുക. അതുപോലെ തന്നെ നമ്മൾ കുടുംബ ബന്ധം ചേർക്കുക, കുടുംബത്തിൽ വിശാലത ചെയ്യുക. ബറാഅത്ത് രാവിൽ നിങ്ങൾ പ്രധാനമായും ശ്രദ്ധിക്കേണ്ട ഒന്നാണ്, നിങ്ങൾ അന്ന് രാത്രി ഉറങ്ങുന്ന സമയത്ത് വുളൂഓടുകൂടി ഉറങ്ങുക. വുളൂ എടുത്ത് ഉറങ്ങിയാൽ നമുക്കതിന് വലിയ പ്രതിഫലമാണ് അല്ലാഹു സുബ്ഹാനഹു തആല നമുക്ക് നൽകുന്നത്. പിന്നീട് നമ്മൾ പിറ്റത്തെ ദിവസം ബറാഅത്ത് ദിവസം നമ്മൾ സുന്നത്ത് നോമ്പ് നോക്കണം. സുന്നത്ത് നോമ്പിൻ്റെ നിയ്യത്ത് മലയാളത്തിൽ വെച്ചാൽ മതി. അതായത് ബറാഅത്തിൻ്റെ സുന്നത്ത് നോമ്പ് ഞാൻ അല്ലാഹു സുബ്ഹാനഹു തആലക്ക് വേണ്ടിയിട്ട് നോൽക്കുന്നു എന്ന് നിയ്യത്ത് വെക്കുക. അതുപോലെ തന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒന്നാണ്, നോമ്പുകാരായി നിൽക്കുമ്പോൾ നോമ്പ് മുറിയുന്ന ഒരു കാര്യവും നമ്മിൽ ഉണ്ടാകരുത്. മാത്രമല്ല, നോമ്പ് തുറക്കാൻ സമയമാകുമ്പോഴൊക്കെ ധാരാളം ദിക്ർ ചൊല്ലുക, ദുആകൾ അധികരിപ്പിക്കുക. ആ സമയത്ത് നമ്മൾ ചെയ്യേണ്ട എല്ലാ ആദാബുകളും പാലിച്ചുകൊണ്ട് നമ്മൾ നോമ്പ് തുറക്കുക. അപ്പോൾ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ഞാൻ ഈ പറഞ്ഞു തന്ന കാര്യങ്ങളൊക്കെ ഈ വരുന്ന ബറാഅത്ത് രാവിലും ബറാഅത്ത് ദിവസത്തിലുമൊക്കെ നിങ്ങൾ ശ്രദ്ധിക്കുക, ഇതൊക്കെ ചെയ്യുക. എന്നാൽ ഇൻഷാ അല്ലാഹ് ഉറപ്പാണ്, നമുക്ക് ആ രാവിലും ദിവസത്തിലുമുള്ള എല്ലാ ഹൈറാത്തുകളും പോരിഷുകളും അല്ലാഹു സുബ്ഹാനഹു തആല നമുക്ക് നൽകും. അതിൻ്റെ പ്രതിഫലവും അല്ലാഹു സുബ്ഹാനഹു തആല നമുക്ക് നൽകുന്നതാണ്. ഇനി ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്, ഒരുപാട് ആളുകൾ ജീവിതത്തിൽ ജോലിയില്ലാതെ പ്രയാസം അനുഭവിക്കുന്നവരുണ്ട്, കടങ്ങൾ കൊണ്ട് ബുദ്ധിമുട്ടുന്നവരുണ്ട്, സാമ്പത്തികമായിട്ട് ഒന്നുമില്ലാതെ ദാരിദ്ര്യത്തോടു കൂടി ഒരു നേരത്തെ ഭക്ഷണത്തിന് പോലും വകയില്ലാത്ത എത്രയോ ആളുകളുണ്ട്. കല്യാണം ശരിയാകാത്ത ആളുകളുണ്ട്. കല്യാണം നടന്ന് കുട്ടികളില്ലാതെ പ്രയാസം അനുഭവിക്കുകയും പല ആളുകളുടെയും പരിഹാസങ്ങളും കുത്തുവാക്കുകളും സഹിക്കാൻ കഴിയാതെ ജീവിതം തന്നെ മടുത്തുപോയ എത്രയോ സഹോദര സഹോദരിമാരുണ്ട്. അതുപോലെ സ്വന്തമായിട്ട് വീടില്ലാത്തവർ, ഭൂമിയില്ലാത്തവർ, കച്ചവടം നഷ്ടത്തിലായവർ, മക്കൾ സ്വാലിഹീങ്ങളാകാൻ, രോഗങ്ങൾ മാറിക്കിട്ടാൻ, രോഗങ്ങൾ വരാതിരിക്കാൻ, ജീവിതത്തിൽ സന്തോഷവും സമാധാനവും ബറക്കത്തും ലഭിക്കാൻ, എല്ലാ ആപത്ത് മുസീബത്തിൽ നിന്നും, ശത്രുക്കളുടെ ശല്യങ്ങളിൽ നിന്നും, എല്ലാ പ്രതിസന്ധികളിൽ നിന്നും, പ്രയാസങ്ങളിൽ നിന്നും രക്ഷ ലഭിക്കാൻ, എല്ലാ കാര്യങ്ങളിലും വിജയം ലഭിക്കാൻ ഈ ഷഅബാനിൽ എന്ന് മുതലാണോ നിങ്ങൾ ഇത് കേൾക്കുന്നത്, ആ സമയം തൊട്ട് തന്നെ നിങ്ങൾ യാ സലാമു യാ അല്ലാ, യാ സലാമു യാ അല്ലാ, രക്ഷ നൽകുന്നവനെ എന്നാണ് ഇതിൻ്റെ അർത്ഥം. എല്ലാ പ്രയാസങ്ങളിൽ നിന്നും, പ്രതിസന്ധികളിൽ നിന്നും, എല്ലാ ദുരിതങ്ങളിൽ നിന്നും നീ രക്ഷ നൽകണേ അല്ലാ എന്നർത്ഥം വരുന്ന ഈ ഇസ്മ നിങ്ങൾ എല്ലാ 5 വക്ത് ഫർള് നിസ്കാരങ്ങൾക്ക് ശേഷവും
33 പ്രാവശ്യം ചൊല്ലുക. എന്നിട്ട് അള്ളാഹുവിനോട് നിങ്ങൾ ആത്മാർത്ഥമായിട്ട് ദുആ ചെയ്താൽ നിങ്ങളുടെ എല്ലാ പ്രശ്നങ്ങൾക്കും പ്രയാസങ്ങൾക്കും അത് പരിഹാരമാകും. നിങ്ങളുടെ എല്ലാ ആഗ്രഹങ്ങളും അല്ലാഹു സുബ്ഹാനഹു തആല സാധിപ്പിച്ചു തരും. അത്രക്കും വലിയ മഹത്വമുള്ള പവർഫുള്ളായ ഒരു ഇസ്മാണ് ഇത്, ദിക്റാണ് ഇത്. ഇനി ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് സാമ്പത്തികമായിട്ട് ഉയർച്ച ലഭിക്കാൻ ജീവിക്കുന്ന കാലത്തോളം ആരുടെയും മുന്നിൽ തലകുനിക്കാതെ നല്ല അന്തസ്സോടു കൂടി ജീവിക്കാൻ നമുക്ക് സമ്പത്ത് അത്യാവശ്യമാണ്. എന്നാൽ ഈ ദിക്ർ നിങ്ങൾ 100 പ്രാവശ്യം ചൊല്ലിയാൽ അവന് മരണം വരെ അല്ലാഹു സുബ്ഹാനഹു തആല ദാരിദ്ര്യം നൽകില്ല, സാമ്പത്തികമായിട്ടൊരു ബുദ്ധിമുട്ടും നൽകില്ല. മാത്രമല്ല 70ഓളം ബുദ്ധിമുട്ടുകളുടെ കവാടങ്ങൾ അവനിൽ നിന്നും അല്ലാഹു സുബ്ഹാനഹു തആല അടക്കുന്നതാണ്. മാരകമായ രോഗങ്ങളിൽ നിന്നും അല്ലാഹു സുബ്ഹാനഹു തആല ഈ ദിക്ർ ചൊല്ലുന്നവർക്ക് കാവൽ നൽകുന്നതാണ്, രോഗങ്ങൾ നൽകില്ല. അത്രക്കും വലിയ മഹത്വമുള്ള ഒരു ദിക്റാണ് ഇത്. ഈ ദിക്ർ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ധാരാളം പറഞ്ഞ ഒരു ദിക്റാണ്. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, ആരെങ്കിലും ഒരാൾ 100 പ്രാവശ്യം ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാ എന്ന ദിക്ർ പറഞ്ഞാൽ അവനിക്ക് മരണം വരെ ദാരിദ്ര്യമുണ്ടാകില്ല, സാമ്പത്തികമായിട്ടുള്ള ഒരു പ്രയാസവും ഉണ്ടാകില്ല എന്ന് നമ്മുടെ നബി മുത്ത് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ഈ ദിക്ർ നിങ്ങൾ ബറാഅത്ത് രാവിൻ്റെ മുമ്പോ അല്ലെങ്കിൽ ബറാഅത്തിൻ്റെ രാവിനോ ബറാഅത്തിൻ്റെ ദിവസത്തിലോ നിങ്ങൾ 100 പ്രാവശ്യം ചൊല്ലിക്കൊണ്ട് അള്ളാഹുവിനോട് ദുആ ചെയ്യുക. എന്നാൽ ഇൻഷാ അല്ലാഹ് നിങ്ങളുടെ ജീവിതത്തിൽ ദാരിദ്ര്യമുണ്ടാകില്ല, പണത്തിൻ്റെ കാര്യത്തിൽ ഒരു ബുദ്ധിമുട്ടും ഉണ്ടാകില്ല, കടങ്ങളുണ്ടാകില്ല, സാമ്പത്തികമായിട്ട് നല്ല ഉയർച്ച അല്ലാഹു സുബ്ഹാനഹു തആല നിങ്ങൾക്ക് നൽകുന്നതാണ്. മാത്രമല്ല സർവ്വ രോഗങ്ങളിൽ നിന്നും അല്ലാഹു സുബ്ഹാനഹു തആല അവനെ സംരക്ഷിക്കും. അതുകൊണ്ട് ഞാൻ ഈ പറഞ്ഞു തന്ന രീതിയിൽ ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാ എന്നുള്ള ഈ ദിക്ർ ചൊല്ലുക. അല്ലാഹു സുബ്ഹാനഹു തആല അതിന് തൗഫീഖ് ചെയ്യട്ടെ. അല്ലാഹു നമുക്കെല്ലാവർക്കും ഹലാലായ സമ്പാദ്യം നൽകി അനുഗ്രഹിക്കട്ടെ. എല്ലാ മാരകമായ രോഗങ്ങളിൽ നിന്നും നാം എല്ലാവരെയും കാത്തുരക്ഷിക്കട്ടെ. നമ്മുടെ എല്ലാ മുറാദുകളും അല്ലാഹു നിറവേറ്റി തരട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. പിന്നെ പറയാനുള്ളത്, ഇതുവരെ പറഞ്ഞ കാര്യങ്ങളെല്ലാം മെൻസസ് ഉള്ള സ്ത്രീകൾക്ക് ചെയ്യാൻ പറ്റുമോ എന്ന് നിങ്ങൾക്കൊരു സംശയമുണ്ടാകും. നിങ്ങൾക്ക് പരിശുദ്ധ ഖുർആനല്ലാത്ത എല്ലാ കാര്യങ്ങളും, എല്ലാ ദിക്റുകളും സ്വലാത്തുകളും, ഞാൻ പറഞ്ഞ എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് ചെയ്യാം. നിസ്കാരവും അതുപോലെ പരിശുദ്ധ ഖുർആനും ഓതാൻ പറ്റില്ല, ബാക്കിയുള്ള എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നതാണ്. ഇനി പരിശുദ്ധ ഖുർആൻ ആരെങ്കിലും ഓതുന്നത് നിങ്ങൾക്ക് കേൾക്കാം, അത് നല്ലതാണ്. അല്ലാഹു സുബ്ഹാനഹു തആല നമ്മുടെ ജീവിതത്തിൽ ഖൈറും ബറക്കത്തും നൽകട്ടെ. ഈമാനോടുകൂടി മരിക്കാനും അള്ളാഹുവിൻ്റെ പരിശുദ്ധമായ സ്വർഗം നമുക്ക് ലഭിക്കാനും അള്ളാഹു തൗഫീഖ് നൽകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.